ഏതൊരു പുതിയ ബന്ധത്തിൻ്റെയും തുടക്കം ഒരു ചെറുപുഞ്ചിരിയാകാം എന്ന പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട്. അപരിചിതനായ ഒരു വ്യക്തി ഒരുപക്ഷെ അടുപ്പക്കാരനാകുവാൻ ശക്തിയുള്ള തീർത്തും പ്രയാസമില്ലാത്ത പ്രവൃത്തിയാണ് ഒരു പുഞ്ചിരി. നേരിൽ വീണ്ടും കാണുമ്പോൾ ആ പുഞ്ചിരി ആവർത്തിക്കുമ്പോൾ അത് പരിചയമായി മാറുന്നു. പരിചയം വളർന്ന് പിന്നീട് സുഹൃത്ബന്ധമായി മാറുന്നു. അത്തരം അപൂർവം ചില പരിചയങ്ങൾ ചിരകാല ബന്ധമായി പരിണാമം പ്രാപിക്കുകയും ചെയ്തേക്കാം. എന്നാൽ അടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അകലുന്നത്. അകലുവാനുള്ള പ്രധാനമായ കാരണങ്ങളിലൊന്ന് നമുക്കിടയിലുള്ള ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുന്നതാണ്. മിക്കപ്പോഴും വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് നമ്മൾ അകൽച്ചയുടെ തുടക്കം കുറിക്കുന്നത്. അകൽച്ച ഒരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലുള്ള ഈഗോ പ്രവർത്തിച്ചു തുടങ്ങും. ഒരിക്കലും പഴയ ബന്ധം ഇനി വേണ്ട എന്ന് തീരുമാനിക്കും. ആ ബന്ധം ഇല്ലെങ്കിലും തനിക്ക് ജീവിക്കാനാകും എന്ന ധാർഷ്ട്യം അകൽച്ചയുടെ ആക്കം കൂട്ടുകയും ചെയ്യുന്നു. ഒരിക്കൽ വളരെ ചെറിയ കാര്യത്തിൻ്റെ പേരിലാണ് രണ്ട് സഹോദരങ്ങൾ പിണങ്ങിയത്. പക്ഷേ അകൽച്ച വല്ലാതെ കടുത്തുപോയി. മിണ്ടാട്ടമില്ലാതെ മാസങ്ങൾ നീണ്ടു. തമ്മിൽ കണ്ടാലും അപരിചിതരായി അകന്നു നിന്നു. രണ്ടാളുടെയും വീടുകൾക്ക് നടുവിൽ നീണ്ടുകിടക്കുന്ന പുൽമേടാണ്. അത് മുഴുവൻ പറിച്ചു കളഞ്ഞ് അനുജൻ അവിടെ ഒരു കുളം കുത്തി. അതോടെ അവരുടെ മക്കളും അകന്നു. അതിനിടയ്ക്കൊരു ദിവസം ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്കൊരാൾ വന്നു. മരപ്പണിക്കാരനാണ്, ജോലി വല്ലതും കിട്ടുമോ എന്നന്വേഷിച്ചുകൊണ്ട്. വീടിനകത്ത് ജോലിയൊന്നുമില്ല, പുറത്തൊരു ജോലിയുണ്ട്. ആ കുളത്തിനപ്പുറത്തൊരു വീട് കാണുന്നില്ലേ? എൻ്റെ അനുജൻ്റെ വീടാണ്. എനിക്ക് ആ വീട് കാണേണ്ട. പറ്റുന്നത്ര ഉയരത്തിൽ ഇവിടെ ഒരു മതിലുണ്ടാക്കി തരാമോ? പഴങ്ങൾ വിൽക്കാൻ നാളെ ഞാൻ പട്ടണത്തിലേക്ക് പോകും. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. വരുമ്പോഴേക്കും ഇവിടെ മതിലുണ്ടാകണം. ആവശ്യമുള്ളത്ര മരങ്ങൾ മുറിച്ചോളൂ. മരപ്പണിക്കാരൻ ആ ജോലി ഏറ്റെടുത്തു. വീട്ടുകാരൻ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. 8 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. മതിൽ കാണാനുള്ള ആവേശത്തോടെ ഓടി വന്ന അയാൾ വീടിന് മുന്നിലെ കാഴ്ച കണ്ട് അമ്പരന്നു നിന്നു. മതിലില്ല, പകരം കുളത്തിന് മുകളിലായി ഒരു പാലം പണിതു വച്ചിരിക്കുന്നു. 2 വീടുകളെയും ബന്ധിപ്പിക്കുന്ന ആ പാലത്തിൽ രണ്ടാളുടെയും മക്കൾ ഓടിക്കളിക്കുന്നു. അനുജൻ അതിലൂടെ നടന്നു വന്ന് ജ്യേഷ്ഠൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, നന്ദിയുണ്ട്. ദേഷ്യത്തിൻ്റെ പുറത്ത് കുളം കുത്തിയെങ്കിലും പിന്നെ വല്ലാത്ത കുറ്റബോധമായി. എങ്കിലും എൻ്റെ മനസ്സിലെ അഹംഭാവം ആ കുറ്റബോധത്തിനെ പുറത്തു കാണിക്കാതെ പൊതിഞ്ഞു വെച്ചു. അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ചേട്ടൻ എന്നെ കൈവിട്ടില്ലല്ലോ. ഈ പാലം പണിതതിന് നന്ദി. സഹോദരങ്ങൾ കെട്ടിപ്പിടിക്കുന്നതും കുഞ്ഞുങ്ങൾ ആർത്തുല്ലസിക്കുന്നതും കണ്ട് സന്തോഷത്തോടെ മരപ്പണിക്കാരൻ മടങ്ങാനൊരുങ്ങുമ്പോൾ ജ്യേഷ്ഠൻ ഓടി വന്നു. നിങ്ങളൊരു വല്ലാത്ത മനുഷ്യനാണ്. ഞാൻ നിങ്ങളെ മറക്കില്ല. കുറച്ചു കാലം കൂടി ഇവിടെ നിൽക്കാമോ? ജോലികൾ എത്ര വേണേലും ഞങ്ങൾ തരാം. ക്ഷമിക്കണം, ഇവിടെ നിൽക്കാൻ സന്തോഷമാണ്. പക്ഷേ എനിക്ക് പോയേ പറ്റൂ. ഇനിയും എത്രയോ മനുഷ്യരിലേക്ക് എത്താനുണ്ട്. പാലങ്ങൾ ഒരുപാട് പണിയാനുമുണ്ട്. ഞാൻ പോകുന്നു. അജ്ഞാതനായ ആ മരപ്പണിക്കാരൻ നടന്നു നീങ്ങി. അങ്ങനൊരു മരപ്പണിക്കാരൻ എല്ലാവരുടെ ഇടയിലും വരാനില്ല. നമ്മൾ പണിതുവെച്ച മതിലും കുളവും നമുക്കിടയിൽ ദൂരം കൂട്ടുന്നുണ്ട്. മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുമ്പോൾ ആ കുളങ്ങൾക്ക് മീതെയായി പുതിയൊരു പാലം ഉയരുന്നു. മാപ്പ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മനസ്സ് വേദനിച്ച ദിവസത്തിൽ തന്നെ തങ്ങി നിൽക്കും. നമുക്കിതാ ഈ നിമിഷത്തിൽ ജീവിക്കണം. അതിനാണ് മാപ്പ്. യാതൊരു അർഹതയുമില്ലാത്ത മനുഷ്യർക്കും മാപ്പ് കൊടുത്ത് വിട്ടുകളയണം. ഇനിയും വിശ്വസിച്ച് കൂടെ കൂട്ടാനൊന്നുമല്ല. ഒരു അപരിചിതനോട് കാണിക്കുന്ന നിർവികാരതയില്ലേ, അത്രയെങ്കിലും മതി മാപ്പ് കൊടുത്ത് വിട്ടുകളയുക. ചെറിയ മനസ്സുള്ളവർക്ക് പറ്റുന്ന പരിപാടിയല്ല അത്. മാപ്പ് കൊടുക്കാൻ അപാരമായ മനഃശക്തി വേണം. മാപ്പ് നൽകുന്നവൻ മാപ്പ് നേടുന്നവനേക്കാൾ ഉയരത്തിലെത്തിയാൽ മാത്രമേ മാപ്പ് നൽകുവാൻ സാധിക്കുകയുള്ളൂ. സമാധാനമുള്ള മനസ്സുള്ളവർക്ക് അത്ര പെട്ടെന്ന് മാപ്പ് നൽകുവാനും സ്വയം വലിയവനാകാനും സാധിക്കുകയുള്ളൂ. സ്നേഹപൂർവ്വം, മോഹൻദാസ്, ദുബായ്. ഇതിലെ ഉള്ളടക്കത്തിന് സോഷ്യൽ മീഡിയയോട് കടപ്പെട്ടിരിക്കുന്നു.